സാംക്രമിക രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത്, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് മുക്ത വാർഡുകൾക്ക് വേണ്ടി മയക്കുമരുന്നിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ അത് വളരെ സുരക്ഷിതത്വത്തോടുകൂടി പല അത്രയും ടൂറിസം മേഖലകളിലെല്ലാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റുകളും നൈറ്റ് ലൈഫും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുണ്ടാവും. പിൻവാതിൽ നിയമനങ്ങൾക്ക് പൂർണ്ണമായ അഴിഞ്ഞുവരുത്തും. പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടാകാത്ത ഒരു സ്ഥിതി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ നഗരവികസന നയം 6 നഗരങ്ങളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും പ്രത്യേകമായ ഒരു അർബൻ പ്ലാനിംഗ് ഉണ്ടാവും. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ലൊക്കേഷനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾ, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉൾപ്പെടെ നമുക്ക് കടലും കായലും ഒക്കെ ചേർന്ന് കിടക്കുന്ന നഗരങ്ങളായതുകൊണ്ട് റോഡിലൂടെയും ജലഗതാഗതവും മെട്രോ റെയിലും ഉള്ള സ്ഥലങ്ങളിൽ അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാർബൺ ന്യൂട്രലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റണം. കാരണം ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ, മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ, അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായ മലിനീകരണ നിയന്ത്രണം ഏർപ്പെടുത്തി കാർബൺ ന്യൂട്രലാക്കി ലോക്കൽ ബോഡികളെ മാറ്റാനുള്ള പദ്ധതി. പുഴയൊഴുകാൻ കനിമുണരാൻ എന്ന പേരിൽ ഒരു പദ്ധതി. പുഴകളെല്ലാം മാലിന്യമുക്തമാക്കാൻ, അതിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ, അതിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ, പിന്നെ വലിയ തോതിൽ പണ്ട് വൃശ്ചികപ്പൊക്കം മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. വെള്ളം എല്ലാ മാസം 10 മാസം, ഒരു വർഷത്തിൽ 10 മാസവും വെള്ളം കയറുകയാണ്. ആ വെള്ളം കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുപാട് വീടുകളിൽ ഇപ്പോൾ വെള്ളത്തിലാവുകയാണ് തീരപ്രദേശങ്ങൾ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ. നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ ഫണ്ടും ഉത്തരവാദിത്വം. പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അധികാരം കൊടുക്കും. ഈ അധികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നിരവധി ഉത്തരവുകൾ വിവിധ കാലങ്ങളിൽ സർക്കാരുകൾ ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവുകളെല്ലാം പിൻവലിച്ച് കൂടുതൽ അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്ന രീതിയിലായിട്ട് അത് മാറ്റും.